ഇടുക്കി തൊടുപുഴയിൽ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയത് ദിവസങ്ങളുടെ ആസൂത്രണത്തിനൊടുവിൽ. എന്നാൽ കാപ്പ കേസ് പ്രതിയെ കൊട്ടേഷൻ ഏൽപ്പിച്ചതോടെ കൊലപാതക ശേഷമുള്ള ആസൂത്രണങ്ങൾ പാളുകയായിരുന്നു. അറസ്റ്റിലായ 3 പ്രതികളുമായും പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബിജുവിനെ ലക്ഷ്യമിട്ട് പ്രതികൾ എത്തിയത് ഈ മാസം 15-ന്. ബിജുവിന്റെ ഓരോ ദിവസത്തെയും നീക്കങ്ങൾ പ്രതികൾ സമയമെടുത്ത് നിരീക്ഷിച്ചു. 19-ന് രാത്രി തട്ടിക്കൊണ്ടുപോകാൻ നീക്കം. എന്നാൽ പ്രതികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ബിജു നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തി. അന്ന് രാത്രി മുഴുവൻ പ്രതികൾ ബിജുവിന്റെ വീടിന് സമീപം തങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് അലാറം വെച്ചുണർന്നു. ബിജുവിന്റെ സ്കൂട്ടറിനെ പിന്തുടർന്ന പ്രതികൾ വാഹനം തടഞ്ഞു നിർത്തി വലിച്ചു കയറ്റുകയായിരുന്നു. കേസിലെ പ്രതിയായ ജോമിനും ബിജുവിനോട് വിരോധമുണ്ടായിരുന്നു. ചെറുപുഴയിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വകയിൽ 1 ലക്ഷം രൂപയോളം ഇയാൾക്ക് ബിജു നൽകാൻ ഉണ്ടായിരുന്നതായാണ് മൊഴി. എന്നാൽ ബിജുവും ജോമോനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നത് അറിവില്ലെന്നും ബിജുവിന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ജോമോൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും സഹോദരൻ ജോസ്. വൈരാഗ്യം എന്ന് പറയുന്നത് അവർ ഈ കാറ്ററിംഗ് ബിസിനസ്സിൽ പങ്കാളിയായി അവരുടെ ഈ ജോമോൻ്റെ കൂടെ. അതിനുശേഷം അതിങ്ങനെ കുറേ കാലം കൊണ്ടു നടന്നു. അത് കഴിഞ്ഞ് അതൊരു നല്ല നിലയിലല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ബിജു ഷെയർ പിരിഞ്ഞ് ഇവരെ പങ്കിട്ട് എല്ലാം എടുത്ത് അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളൊരു തർക്കമായി. തർക്കത്തിന് അവർ പോലീസിൽ കേസ് കൊടുക്കുകയും അവിടെ കോംപ്രമൈസ് ആയെന്നും ആയില്ല എന്നൊക്കെയാണ് പൊതുവെ റിപ്പോർട്ട് വന്നത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. വലത് കൈയിലെ മുറിവ് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. 3 പ്രതികളെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 24 ഇടുക്കി.